ഹായ് നമസ്കാരം. ഞാൻ മുഹമ്മദ് സദാശിവ്. അടുത്ത ആഴ്ച ലോഞ്ച് ചെയ്യാൻ പോണ പേരിടാത്ത മതത്തിന്റെ ഒരു എക്സിക്യൂട്ടീവ് ആണ് ഞാൻ. സാർ, ഇനി ഒരു കാര്യം വ്യക്തമാക്കാമോ? എന്താ പറയൂ. ഞാനിപ്പോ കുറച്ചു കാലം കഴിഞ്ഞിട്ടേ ഭാവിയിൽ വേറൊരു മതത്തിലേക്ക് മാറുകയാണെങ്കിൽ എനിക്ക് തരുന്ന ഈ എമൗണ്ടിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടാവോ? അതിനെ ബാധിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണേ. നമ്മുടെ ഈ മതത്തില്, ഈ പുതിയ തുടങ്ങാൻ പോകുന്ന മതത്തില് എല്ലാം കാര്യം കഴിഞ്ഞിട്ട് തുണി മുക്കി കാണിക്കണം എന്ന് പറയും. അത് മോശമല്ലോ കുട്ടി. എന്നാ ഞാൻ മറന്നില്ല. മാറരുത്. പിന്നെ കുട്ടി മതത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ കുട്ടിക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ടിനെ പറ്റി ഞാനൊരു പ്രപ്പോസൽ അയക്കാം. സാർ, ഞാനൊരു സാധാരണക്കാരിയാണല്ലോ. ഇത്രയും വലിയൊരു എമൗണ്ട് എനിക്ക് തന്നിട്ട് നിങ്ങളുടെ മതത്തിലേക്ക് ചേർക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞങ്ങളിപ്പോ ലോഞ്ച് ചെയ്യുന്നതൊരു പുതിയ മതമാണല്ല. ഈ വഴി കൂടി പോണ ഏതാ അപ്പനും ഉപ്പനും നമുക്ക് കിട്ടി സ്വീകരിക്കല്ല, വളർച്ചയുടെ ആദ്യം കിട്ടുമല്ലേ. ഈ അണികൾ ഉണ്ടായിട്ടല്ലേ മതത്തിന് ഗുണമുള്ളൂ, ഞങ്ങൾക്കും ഗുണമുള്ളൂ. അതുകൊണ്ട് അണികൾ ആദ്യം സെറ്റപ്പ് ആക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഞങ്ങളിപ്പോ കുറെ ഇൻഫ്ലുവൻസിനെ ഞങ്ങളുടെ മതത്തിൽ ചേർത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് ചേർത്താൽ മാത്രം മതി, ആളെ നോക്കാറൊന്നുമില്ല. അണികൾ ഉണ്ടായല്ലേ സംഘടനയ്ക്ക് രക്ഷകള്, സംഘത്തിന് ഞങ്ങൾക്കും രക്ഷകള്. അതുകൊണ്ടാണ്. എന്തൊക്കെയാ നിങ്ങളുടെ മതത്തിന്റെ ഓഫറുകൾ? ഓ, കുറെ ഓഫർ ഉണ്ട്. ആദ്യത്തെ ഓഫർ, നമ്മുടെ മതത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് അത് ശേഷമുള്ള 4 മാസം എന്ത് സാധനം മേടിച്ചാലും 50% ഡിസ്കൗണ്ട് ആണ്. നല്ല പരിപാടിയാണല്ലോ. ഇഷ്ടപ്പെട്ടല്ലേ? അതിലേക്കാൾ സന്തോഷം വേറൊന്നുണ്ട്. അതായത് കുട്ടിക്ക് എത്ര കുട്ടി വേണമെങ്കിലും ഉണ്ടാക്കാം. കുട്ടി ഉണ്ടാക്കുന്ന ഓരോ കുട്ടിക്കും 25,000 രൂപ സ്റ്റൈപ്പിന് നമ്മുടെ മതത്തിൽ നിന്ന് കിട്ടുന്നു. അത് നല്ലൊരു പരിപാടിയാണല്ലോ. കൊള്ളാല്ലേ? പിന്നെ അതിനേക്കാൾ ആകർഷകമാകുന്നുണ്ട് മതത്തിന്റെ മാത്രം ക്രെഡിറ്റ് കാർഡ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. അതെ, ആകർഷകമായ പല ഓഫറുകളും ഈ മതത്തിലൂടെ കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണേ, അതായത് അണികളാണ് മതത്തിന്റെ ബലം. അപ്പോ കോൺട്രാക്ട് സൈൻ ചെയ്യല. കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാനൊരു സാധാരണക്കാരിയാണെന്ന്. സാധാരണക്കാരിയുടെ ഒരു വീക്ഷണകോണിൽ നിന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറയൂ. ഇതിലും പേര് നിങ്ങൾക്ക് പൂച്ചയ്ക്ക് പുല്ല് പറിച്ചു കൊടുക്കണല്ലേ?